മെക്ലാറിൻ F1 നമ്മുടെ ഒരു കേസ് ഇരിപ്പുണ്ട്. താണ്ടിരിക്കണം ആ മിനി ജി ടി അതും BMW ഇരിപ്പുണ്ട്, കോർവെറ്റ് ഉണ്ട്. ഞാൻ കളക്ട് ചെയ്യലെന്ന് അറിയാലോ. താങ്ക് യു അമലേഷ്. മെക്ലാരൻ കിട്ടി, ഒഡീസി കിട്ടി. അമലങ്ങളിൽ താങ്ക് യു, ലവ് യു. 40 അല്ലേ? 40 ഉണ്ടായാൽ ഞാൻ സന്തോഷിക്കും. പെട്ടിമൊത്ത ഫാൻസി വാങ്ങി സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ചെയ്തു. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാളെ, അതായത് ഓഗസ്റ്റ് 12-ാം തീയതി നമ്മുടെ ഹോട്ട് വീൽസിന്റെ സെയിലും കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ വരുമ്പോഴേക്കും എന്തായാലും ആ ഡേറ്റ് കഴിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ പാക്ക് ചെയ്ത കാര്യങ്ങൾ ഇരിക്കുവാണ്. അതിനിടയിൽ ഇത് ഈ കാണുന്ന പാക്കേജിലുള്ളത് ഒരു GTR ആണ്. ഇത് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കളക്ടോളിക്സ് കൊടുക്കാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെ അതേ നമ്മുടെ ഒരു കേസ് ഇരിപ്പുണ്ട്. ഈ കേസ് ആയിരിക്കും നിങ്ങൾക്ക് സെയിലും കാര്യങ്ങൾ. ഇതും കൊണ്ട് ഞാൻ അവിടെ ചെന്നാലേ സെയിലും കാര്യങ്ങളും നടക്കുകയുള്ളൂ. പോരാത്തിന് കേസ് അഭിരാമിൻ്റെ കയ്യിലിരിപ്പുണ്ട്. ഇനി പോരാത്തിന് അഭിരാമിന് വേണ്ടി അതായത് അഭിരാമിന് വേണ്ടി ഞാൻ മേടിച്ചൊരു മോഡലായിരുന്നു അന്ന്. ഈ കാണുന്ന മെക്ലാറിൻ F1 ഈ ഒരു മോഡൽ. അപ്പോൾ ഇതും അഭിരാമിന് കൊടുക്കണം. അഭിരാമിനോട് പറഞ്ഞിട്ടില്ല, ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് ഗിവ് അവേ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ പേടിപ്പിച്ചെടുത്തേക്കായിരുന്നു, തരില്ലടാ അതൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്തായാലും ഞാൻ അവന് കൊടുക്കാൻ വേണ്ടി ഇന്ന് കൊണ്ടുപോവാണ്. അപ്പം നമുക്ക് ഇതും കൂടി അവന് കൊടുക്കാം, ഈ കാണുന്ന ഒരു മോഡലും കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ പോവാം. വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ പോയത് എടപ്പള്ളിയിലുള്ള സിങ്സിങ്ങിലാണ്. താണ്ടിരിക്കടാ ആസ്റ്റൺ മാർട്ടിനും വാൻറ്റേജിൻ്റെ ഒരു പ്രീമിയം സെറ്റ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ഹോട്ട് വീൽസും കാര്യങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞ് ഇതേ സൈഡിൽ മെജോറിറ്റിയുടെ കുറച്ച് മോഡൽസ് ഉണ്ട്. അങ്ങനെ കുഴപ്പമില്ലാത്ത മോഡൽസാണ് ഇരിക്കണത്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ K&L മോഡൽസും കാര്യങ്ങളും ഇരിപ്പുണ്ട്. ഇതേ ലോട്ടസ് കോട്ടീന, എന്താ അല്ലേ. അത് കഴിഞ്ഞ് ഇതേ ടൊയോട്ട സ്പ്ലെൻഡർ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഇതേ എൽസുകൊണ്ടുകൂടെ മോഡൽ ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ അതേ അപ്പുറത്ത് കുറച്ച് ഫാൻസിയും കാര്യങ്ങളാണ് ഇരിക്കുന്നത്. ദെൻ അത് കഴിഞ്ഞ് നോക്കുക മസറാട്ടിയുടെ ഷാമലുണ്ട്. അത് കഴിഞ്ഞ് താഴത്തേക്ക് നോക്കുവാണെങ്കിൽ ജാഗ്വാറിൻ്റെ കുറച്ച് മോഡൽസ്, അത് കഴിഞ്ഞ് ട്രെയിൻ ട്രാൻസ്പോർട്ടും കാര്യങ്ങളും ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇത് മോഡൽ കുറച്ച് പ്രീമിയംസും കാര്യങ്ങളും ഇരിക്കണത് ലംബോർഗിനിയുടെ മോഡൽസ് ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മോഡൽസും കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. പോരാതെ മെജോറിറ്റി നേരത്തെ കാണിച്ച മെജോറിറ്റി മൂവിങ് പാർട്സും അതല്ലാതെയുള്ള ഫാൻസി മോഡൽസും അങ്ങനെ കുറച്ച് മോഡൽസ് കാര്യങ്ങൾ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സൈഡിലേക്ക് തിരിഞ്ഞപ്പോൾ താണ്ടിരിക്കണം ആ മിനി ജി ടി അതും BMW ഇരിപ്പുണ്ട്, കോർവെറ്റ് ഉണ്ട്, ആസ്റ്റൺ മാർട്ടിൻ F1 ഇരിപ്പുണ്ട്. അതേപോലെ തന്നെ ബാക്കി വരുന്നത് ജെയിംസ് ബോണ്ട് മോഡൽസ് ഇരിപ്പുണ്ട്. അതേപോലെ BMW Z8. അടുത്തത് ഷെൽബി GT 500 മിനി GTയുടെ മോഡൽ വരുന്നത്. അത് കഴിഞ്ഞ് അടുത്തത് GTR ഇരിപ്പുണ്ട്. പക്ഷെ നമ്മൾ തപ്പിയൊന്ന മോഡൽ അവിടെ നിന്ന് കിട്ടിയില്ല. സിങ്സ് കൊച്ചിയിൽ നിന്ന് ഞാൻ നേരെ ഇറങ്ങി അങ്കമാലി എത്തി. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ അങ്കമാലിയിലെ ബ്ലോക്ക് അത് മാറില്ല. ഇത് ബ്ലോക്കിന് ശേഷം അടുത്ത് നടക്കുന്ന ബ്ലോക്കാണ് കൊരട്ടിയിലെ ഒടുക്കത്തെ ബ്ലോക്ക്. എനിക്കറിയില്ല ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എപ്പോൾ എത്തുന്നു. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഇതിലെത്തിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയി പോയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇന്നലെ രാത്രിത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ മോഡൽ അഭിരാമിന് കൊടുക്കാനുള്ള മോഡലും കാര്യങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാറിൽ നിന്ന് എടുക്കുവാണ്. പോരാത്തതിന് നാഷ് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നാഷിന് കൊടുക്കുന്ന രീതിയിൽ കൊടുക്കാം. കാരണം നാഷ് ഇതൊരു മോഡലൊന്നും കളക്ട് ചെയ്തിട്ടില്ല. അപ്പം നാഷിനുള്ള രീതിക്ക് എന്താ കൊടുത്ത് നോക്കാം, അവൻ്റെ ഒരു റിയാക്ഷൻ എടുത്ത് നോക്കാം. ഈ കാണുന്നതാണ് ഞാൻ മൈമയുടെ കവറിലിട്ടിരുന്നു. പക്ഷെ മൈമയെന്നല്ല, ഞാൻ ABCD എടുത്തത്. അപ്പോൾ നമ്മൾ ഈ സാധനം നാഷിന് കൊടുക്കുകയാണ്. നാഷ് ആദ്യമായിട്ട് ഒരു മോഡൽ, നാഷ് ഇത് നിനക്ക് വേണ്ടി ഞാൻ കളക്ട് ചെയ്യലെന്ന് അറിയാലോ. ആ സാധനം എന്തായാലും പോയി. ഇതാണ് ഒരു സാധനമൊക്കെ കൊടുക്കാൻ പറ്റില്ല. കള്ളന്മാരുടെ തന്നെ സാധനം അടിച്ചിട്ട് പോണവനാണ് അഭിരം. അതായത് കള്ളനായ നാഷിന്റെ ഒരു സാധനം അടിച്ചിട്ട് പോയി. ഇവൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാഷ് നിനക്ക് അവൻ എന്താണ് അവസരം തന്നത്? നിന്റെ ഫാൻസി ഒന്ന് ഒതുക്കി. താങ്ക് യു അമലേഷ്. മെക്ലാരൻ കിട്ടി, ഒഡീസി കിട്ടി. അമലങ്ങളിൽ താങ്ക് യു, ലവ് യു. പാവാ ചെക്കൻ അവൻ ഫാൻസി കൊടുത്ത് ഒതുക്കി. നാഷേ ഒന്ന് തിരിച്ചു നോക്കടാ. സാരില്ല നാഷ് അങ്ങനെ പിണങ്ങി പോയിരിക്കുന്നു സാർ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗായ്സ്, അപ്പം നമ്മുടെ സെയിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോട്ട് വീൽസിന്റെ 2 കേസ്, കേസും അതേപോലെ തന്നെ കേസും. ഇത് 2 നമ്മൾ ഒരുമിച്ച് സെയിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ നാഷ് ഇരിപ്പുണ്ട് സെയിലിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട്. അതേപോലെ തന്നെ അഭിരാം ഇരിപ്പുണ്ട്. നല്ല തിരക്കിലാണ് നമ്മൾ സെയിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു റൗണ്ട് അപ്പ് കാണിക്കാം ഏതൊക്കെ മോഡൽസ് ഇവിടെ ഉള്ളത്. സെയിലും കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് അങ്ങാടി കിടക്ക നീക്കി വെച്ചേക്കാണ് ഓരോന്നും ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് സെയിലിന്റെ കാര്യങ്ങളും.
ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സേ താങ്ക്സ് ടു എവ്രി വൺ ഹു സപ്പോർട്ട്സ് അസ്. ഓക്കെ, നമ്മൾ 2 കേസ് മൊത്തത്തിൽ ഇപ്പോൾ 3ാമത്തെ കേസായി നമ്മൾ ഇറക്കുന്നത്. അപ്പോൾ ഇത്രയും കേസും കാര്യങ്ങളും നമ്മൾ ഇറക്കിയപ്പോഴേക്കും നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി പേരുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. MRPക്കും കാര്യങ്ങൾക്കാണ് നമ്മൾ എപ്പോഴും സെയിലും കാര്യങ്ങളും ചെയ്യാറ്. ഇങ്ങനെ ഒരു MRPക്ക് എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി ബാക്കി സെയിലും കാര്യങ്ങളും കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഗായ്സ് നമ്മുടെ MRP സെയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇവിടെ കാണുന്നത്. എന്താ നെക്സ്റ്റ് പറയാനുള്ളത്? 2 കേസ് സെല് ചെയ്തിട്ട് ഒരു പെട്ടി ഫാൻസി കയ്യിലിരിക്കണം. ഒരു പെട്ടി ഫാൻസി, അത് MRP സെയിൽ നടത്തിയിട്ട് എന്താ പോലെ. എനിക്ക് സത്യത്തിൽ ഒന്നും പറയാനില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് MRP സെയിലും കാര്യം നടത്തിയത് നമ്മുടെ കയ്യിൽ പെട്ടേക്കുന്ന ഫാൻസിയുടെ ഒരു കണക്കെന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ 40 ഉണ്ടാവല്ലേ? 40 ഉണ്ടായാൽ ഞാൻ സന്തോഷിക്കും. 40 ഉണ്ടെങ്കിൽ ഓക്കെ, അത്ര ഉള്ളൂ എനിക്ക്. ഇത് എന്താ ചെയ്യേണ്ടത്? അതായത് നമ്മളെ MRP 2 കേസ് ഓടിച്ചിട്ട് ഒരു കേസിന് ഒരു കാർസിന് ഫുൾ അടക്കം ഇങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. കാരണം ഹോട്ട് വീൽസ് നമ്മളെ പറ്റിക്കാണ് ഇപ്പോ. ഹോട്ട് വീൽസ് LKs എടുത്തു. LKs നമ്മൾ ആക്കിയല്ലോ. K ആൻഡ് LKസിന്റെ സെയിലും കാര്യങ്ങളായിരുന്നല്ലോ. അപ്പൊ LKC തന്നെ ഏകദേശം 40ഓളം ഫാൻസി, ആകെ 72 കാറുള്ളൂ. പിന്നെ എന്തൊട്ട് തേങ്ങയുള്ള ബാക്കി എടുക്കാനായിട്ട് ഒന്നുമില്ല, ഒന്നും തന്നില്ല അവര്. ഇത്രയൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ പോലും നമ്മൾ ഇനിയും MRPക്ക് കേസും കാര്യങ്ങളും അല്ലെ രാജേഷ്? ഇനി ഇറക്കും, ഇനിയും കൊണ്ടുവരും, ഇതേപോലെ ഇനിയും നമ്മള് ഫാൻസ് അത് നമുക്ക് നോക്കണ്ട. എനിക്ക് ഇത്ര അവസാനമായിട്ട് പറയാനുള്ളൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത്ര അവസാനമായിട്ട് പറയാനുള്ളൂ. അതന്നെ, അതായത് നമ്മൾ MRP സാധനം എടുക്കും, താല്പര്യം വെച്ചാൽ അത് കിട്ടാത്തവർ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് ഓൾ ഇന്ത്യ ഡെലിവറി. അതെ, ഓൾ ഇന്ത്യ കിട്ടാത്തവരിലേക്ക് കൊടുക്കാനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണത്. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സെയിൽ കഴിയുമ്പോൾ ഇത്ര ഫാൻസിയാണ് നമ്മൾ, ഇത് നമ്മുടെ പൈസ തന്നെയാണ്. ഓരോ ഫാൻസിയും എല്ലാം നമ്മുടെ പൈസ തന്നെയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇത്രയും റിസ്കിന്റെ ഇടയിലാണ് ചെയ്യുന്നത്. അപ്പോ പറ്റാഴ്ച നിങ്ങൾ എല്ലാവരും മീൻസ് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാ. അല്ലെങ്കിൽ നമ്മള് മേടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാര്യങ്ങൾ പെട്ടിമൊത്ത ഫാൻസി വാങ്ങി സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ചെയ്തോളൂ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ പാവ മമ്മലേട്ടന്റെ മുഖം നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാം. അപ്പൊ പറ്റാഴ്ച നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെയൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ അതായത് മേടിക്കണം എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റുന്ന ചെറിയ കാര്യം, ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ആൻഡ് നമ്മൾ ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ MRPക്ക് വരുമ്പോ മീൻസ് ഇറക്കുന്നതായിരിക്കും. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇറക്കാൻ പ്ലാനിങ് ഉണ്ട്. ഇത് ഇങ്ങനെ വന്നെന്ന് വെച്ചിട്ട് വേണ്ട, നമ്മളൊരിക്കലും തളരില്ല, നമ്മളിത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോ സ്റ്റേ ട്യൂൺഡ്.